നമസ്കാരം, ഞാൻ അലി. നമ്മളിൽ പലരും ദിവസം പലതവണ ഭക്ഷണം കഴിക്കുന്നവരാണ്. ചിലപ്പോൾ വയറ് നിറയെ, ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എത്രയോ ഭക്ഷണം നമ്മൾ പാഴാക്കി കളയുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ഇത് നിങ്ങളെയും ചിന്തിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അനുഭവം മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ സുഹൃത്തും ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് രാത്രിയിൽ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് പോയിട്ട് സ്റ്റേ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പുറത്തു പോയി. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും സമയം രാത്രി. തിരഞ്ഞെടുത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണം തന്നെയാണ്. പുട്ടും ബീഫും ഒക്കെ തന്നെയായിരുന്നു ഞങ്ങളും തിരഞ്ഞെടുത്തത്. ആവശ്യത്തിലേറെ കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പക്ഷേ കുറച്ചധികം ബാലൻസ് വന്നപ്പോൾ ഞങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോൾ അതങ്ങ് ചിന്തിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, പാർസൽ ചെയ്യാൻ പറയും, എന്തായാലും പാർസൽ ചെയ്തെടുക്ക്, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. എൻ്റെ സുഹൃത്തും ഞാനും കൂടി ഫുഡ് കോർട്ടിലോട്ട് പോയപ്പോൾ അതിലോട്ടുള്ള വഴികൾ 2 സൈഡിലും ബ്രിഡ്ജാണ്. അതിൻ്റെ അടിയിൽ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ചിലർ ഇരിക്കുന്നുണ്ട്, ചിലർ എന്തൊക്കെയോ എവിടേക്കോ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മുഖങ്ങളെയും ഞങ്ങൾ അങ്ങനെ കണ്ടു നടന്നു. ഇതൊരിക്കലും ആസ്വദിക്കല്ല കേട്ടോ, നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ആ ഫുഡും വെച്ചിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളിലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ആർക്ക് കൊടുക്കും? പക്ഷെ എന്നാലും മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, വിശപ്പ് മാറിയ ഒരാൾക്ക് ഇത് കിട്ടരുത്, വിശന്നുറങ്ങുന്നവന് ആയിരിക്കണം ഈ ഭക്ഷണം കിട്ടേണ്ടത് എന്ന് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കട ലക്ഷ്യമാക്കി നടന്നപ്പോൾ ആ കടൻ്റെ തിണ്ണയിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഫസ്റ്റിലൊരു പേടി, ചോദിക്കാനൊരു മടി, എന്താവും ഇയാളെ പ്രതികരണം, ചീത്ത പറയോ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ കാണുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് ചെന്ന് തട്ടി വിളിച്ചു, ചേട്ടാ. ഉറക്കത്തിനൊക്കെ അപ്രതീക്ഷയായിട്ട് നമ്മളൊരാൾ തട്ടി വിളിക്കും, നീക്കൂല. അതേപോലെ നീച്ച്, ഏട്ടൻ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഫുഡ് കൊടുത്തപ്പോൾ അയാളെ ഫേസിലുണ്ടായിട്ടുള്ള ഒരു മാറ്റമുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ അതാ ശ്രദ്ധിച്ച്. ഞങ്ങൾ ഒരിക്കലും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ, കാരണം എൻ്റെ ആവശ്യമില്ല, നമ്മളങ്ങനെ മുൻകൂട്ടി ഇറങ്ങിയതുമല്ല. അയാളെ ഫേസിൽ ആ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടപ്പോൾ, അതൊരു സാധനം ഒരാൾക്ക് പെട്ടെന്ന് അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്തോ എനിക്കറിയില്ല. എന്നിട്ട് ആദ്യമൊക്കെ നോക്കിയിട്ട് അയാൾ കൈ കൂപ്പിയിട്ട് ഒരു വിനയത്തോട് കൂടിയിട്ട്, അതിനൊന്നും ആവശ്യമില്ല. എന്തിന്? ഞങ്ങൾ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ കുടുംബത്തോടൊപ്പം പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവരും വിശപ്പടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയും വിശപ്പ് നമുക്ക് അകറ്റാൻ കഴിയില്ലേ? അങ്ങനെ വരുമ്പോൾ എന്താണോ, നമ്മൾ ഓരോ തവണ ഭക്ഷണം പാഴാക്കുമ്പോഴും അത് തെറ്റാണെന്നും അത് അർഹതപ്പെട്ട ആളുകൾ നമുക്ക് പുറത്തുണ്ടെന്നും നമ്മൾ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങണം. ഞങ്ങൾ ഈ ചെയ്തൊരു കാര്യം ഏറ്റെടുത്ത് പറഞ്ഞ് ഒരു നന്മമരായിട്ട് ചമയാൻ ആഗ്രഹിച്ച് വന്ന ഒരാൾക്കാരല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ആരെങ്കിലും ഈ ഒരു വാക്ക് കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊന്ന് കേട്ട് ഒരാളെങ്കിലും മാറ്റി ചിന്തിച്ചാൽ ഒരാളുടെയെങ്കിലും വിശപ്പ് മാറ്റാൻ കഴിയില്ലേ? ഇന്ന് ആ കടത്തിണ്ണയിൽ കിടക്കുന്നവരുടെ അവസ്ഥ നാളെ നമുക്കും വരാം. അധികം താമസമൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ. നമ്മൾ കാരണം ഒരാളെങ്കിലും ഒരു നേരം വിശക്കാതെ കിടന്നുറങ്ങാൻ പറ്റിയെങ്കിൽ അതിൽ പരം നന്മ മറ്റൊന്നുമില്ലല്ലോ. ഈ ലോകത്തെ ഏറ്റവും വലിയ വികാരം എന്താ അറിയോ? വിശപ്പാണ്. വിശന്നവനെ വിശപ്പിൻ്റെ വില അറിയും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.